തൃണമൂൽ കോൺഗ്രസിൽ ഭിന്നത അതിരൂക്ഷം. വിമത എംപിമാർ സുവേന്ദു ശേഖർ റോയിയുടെ ഡൽഹിയിലെ വസതിയിൽ യോഗം ചേർന്നു. 7 എംപിമാർ യോഗത്തിൽ പങ്കെടുത്തു എന്ന് റിപ്പോർട്ടുകൾ. ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, ഇന്ത്യ സഖ്യത്തിന്റെ യോഗമൊക്കെ ചേരുന്ന ഒരു സമയത്ത് ഈ വിമത എംപിമാർ പ്രത്യേക ബ്ലോക്കായിട്ടടക്കം ഇരിക്കാൻ പോകുന്ന സാഹചര്യം. അപ്പോൾ എന്താണ് ഈ എംപിമാരുടെ നീക്കം? അതിൽ എത്ര പേര്, 7 പേർ ആണോ? എത്ര പേരുണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവർ? 7 എംപിമാർ ഈ യോഗത്തിൽ പങ്കെടുത്തുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ യോഗം യഥാർത്ഥത്തിൽ ചേർന്നത് ഇന്നലെ വൈകിട്ടാണ് എന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത്. കാരണം സുവേന്ദു ശേഖർ റോയിയുടെ വസതിയിൽ ഒത്തുകൂടാൻ വേണ്ടി ഈ വിമത MLA-മാരോട് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ 7 എംപിമാർ യോഗം ചേർന്നിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ബ്ലോക്കായി തുടരണമോ അതോ രാജിവെച്ച് വീണ്ടും ഈ എംപിമാരായി തിരികെ എത്തണമോ എന്നീ കാര്യങ്ങളിലൊക്കെ ഉള്ള അവ്യക്തത പല എംപിമാർക്കുമുണ്ട്. അതുകൊണ്ടാണ് ഈ യോഗത്തിൽ അധികം പേർ പങ്കെടുക്കാത്തതെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും സുവേന്ദു ശേഖർ റായും മറ്റു ചില എംപിമാരും തൃണമൂലിന്റെ മറ്റ് ചില എംപിമാരും കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഈ സുവേന്ദു ശേഖർ റോയ് തന്റെ രാജ്യസഭാ അംഗത്വവും അതുപോലെ തന്നെ ഈ പാർട്ടി അംഗത്വവും രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് MLA-മാരും സമാനമായ രീതിയിൽ ഈ രാജിവെച്ചാൽ അവർക്ക് ഈ MP സ്ഥാനം ലഭിക്കുക, അതായത് വീണ്ടും ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ MP സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ അത്തരത്തിൽ രാജിവെക്കാൻ തയ്യാറാണ് എന്നാണ് എംപിമാർ അറിയിച്ചിട്ടുള്ളതെന്നാണ് ലഭിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ബ്ലോക്കായി ഇരിക്കണമെങ്കിൽ 19 എംപിമാരുടെ പിന്തുണ, ലോക്സഭയിലെ 19 എംപിമാരുടെ പിന്തുണ വേണം. അത് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതിനാലാണ് ഈ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നതെന്നാണ് ലഭിക്കുന്നത്. ഏതായാലും തൃണമൂൽ കോൺഗ്രസിൽ ഈ ഭിന്നത ഇപ്പോൾ അതിരൂക്ഷമായി വരികയാണ്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ കൂടുതൽ എംപിമാരൊക്കെ രാജിവെക്കാനുള്ള സാധ്യതയുമുണ്ട്.